ഫ്രീഡം ഫൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഗുജറാത്തിലെ മുദ്ര തുറമുഖത്തിന്റെ മാതൃകയിൽ വിഴിഞ്ഞത്ത് പ്രത്യേക സാമ്പത്തിക മേഖല വികസിപ്പിക്കുമെന്ന അദാനിയുടെ പ്രഖ്യാപനം തലസ്ഥാനത്തിന് പ്രതീക്ഷ പകരുന്നു. ഗുജറാത്തിന്റെ വികസനത്തിൽ നിർണായകമായി മാറിയത് മുദ്ര തുറമുഖമാണ്. പ്രതിവർഷം 32,000 കോടി രൂപയുടെ നികുതി വരുമാനമാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. തുറമുഖത്തോടനുബന്ധമായുള്ള 50-ലേറെ വൻകിട വ്യവസായശാലകളിൽ 1.5 ലക്ഷത്തിലേറെ പേർക്ക് തൊഴിൽ ലഭിക്കുന്നുണ്ട്. സമാനമായ വികസനമാകും തുറമുഖത്തോടനുബന്ധിച്ച് പ്രത്യേക സാമ്പത്തിക മേഖല വന്നാൽ തലസ്ഥാനത്തും ലഭിക്കുക. വിമാനത്താവളത്തിന്റെ സാധ്യത കൂടി പ്രയോജനപ്പെടുത്തി വിഴിഞ്ഞം തുറമുഖത്തെ സമുദ്ര വ്യോമമാർഗമുള്ള ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബാക്കുമെന്നും അദാനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1/2 നൂറ്റാണ്ടുകാലം വിമാനത്താവള നടത്തിപ്പ് അദാനിക്കാണ്. വിമാനത്താവളത്തിൽ 1300 കോടി ചിലവിൽ 3 വർഷം കൊണ്ട് 1.2 കോടി യാത്രക്കാരെ ഉൾക്കൊള്ളാനാവുന്ന പുതിയ ടെർമിനൽ അദാനി നിർമ്മിക്കുന്നുണ്ട്. ശംഖുമുഖത്തെ ആഭ്യന്തര ടെർമിനലിന് സമീപം അദാനി പുതിയ കാർഗോ ടെർമിനലും തുറന്നിട്ടുണ്ട്. 600 ചതുരശ്ര മീറ്റർ വിസ്തീർണവും പ്രതിവർഷം 3500 മെട്രിക് ടണ്ണിൽ കൂടുതൽ കാർഗോ കൈകാര്യം ചെയ്യാൻ ശേഷിയുമുള്ളതാണ് ടെർമിനൽ. തുറമുഖത്ത് നിന്നുള്ള ചരക്കുനീക്കം കൂടി ലക്ഷ്യമിട്ടാണിത്. മുദ്ര തുറമുഖത്തേക്കാൾ അദാനിക്ക് പ്രതീക്ഷയുള്ളത് വിഴിഞ്ഞത്താണ്. 7 മാസം കൊണ്ട് ദക്ഷിണേന്ത്യയിലെ തിരക്കേറിയ തുറമുഖമായി വിഴിഞ്ഞം മാറിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഒരു തുറമുഖവും പ്രവർത്തനം ആരംഭിച്ച ആദ്യ വർഷത്തിനകം 1 ദശലക്ഷം TEU കാർഗോ കൈകാര്യം ചെയ്തിട്ടില്ല. ഇത് വിഴിഞ്ഞത്തിന്റെ അപാരമായ സാധ്യതകളാണ് തുറന്നുകാട്ടുന്നത്. മുദ്രയ്ക്ക് 17 മീറ്ററാണ് ആഴമെങ്കിൽ വിഴിഞ്ഞത്ത് 20 മീറ്റർ സ്വാഭാവിക ആഴമുണ്ട്. അന്താരാഷ്ട്ര കപ്പൽചാലിന് 10 നോട്ടിക്കൽ മൈൽ അടുത്തുമാണ്. ലോകത്തെ ഏറ്റവും വലിയ കപ്പലുകളും വിഴിഞ്ഞത്ത് അനായാസം അടുപ്പിക്കാം. കൂറ്റൻ കപ്പലുകൾ നിലവിൽ കൊളംബോയിലേക്കും UAE-യിലെ ജബൽ അലിയിലേക്കുമാണ് പോകുന്നത്. ഇവയെല്ലാം വിഴിഞ്ഞത്തേക്ക് വരുമെന്നാണ് കണക്കുകൂട്ടൽ. അതേസമയം മുദ്ര തുറമുഖത്തിന്റെ മാതൃകയിൽ വിഴിഞ്ഞത്ത് പ്രത്യേക സാമ്പത്തിക മേഖല വികസിപ്പിക്കാൻ പദ്ധതിയുണ്ടെന്ന് അദാനി പോർട്സ് സെസ് കണ്ടെയ്നർ ബിസിനസ് മേധാവി ഹരികൃഷ്ണൻ സുന്ദരം പറഞ്ഞിരുന്നു. വിഴിഞ്ഞത്ത് കോൺക്ലേവിന്റെ 2ാം ദിനത്തിൽ തുറമുഖത്തിനപ്പുറം വിഴിഞ്ഞം കേരളത്തെ ആഗോള സാമ്പത്തിക ശക്തി കേന്ദ്രമാക്കി മാറ്റുന്നു എന്ന സെക്ഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തുറമുഖത്തെ അടിസ്ഥാനമാക്കിയുള്ള വികസനത്തിന് ഒരു വ്യാവസായിക ആവാസ വ്യവസ്ഥ സജ്ജമാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇന്ത്യയിലെ ഒരു തുറമുഖവും പ്രവർത്തനം ആരംഭിച്ച ആദ്യ വർഷത്തിനുള്ളിൽ 1 ദശലക്ഷം TEU കൈകാര്യം ചെയ്തിട്ടില്ല. ഇത് വിഴിഞ്ഞത്തിന്റെ അപാരമായ സാധ്യതകളാണ് തുറന്നുകാട്ടുന്നത്. ജബൽ അലി തുറമുഖം UAE-യുടെ വളർച്ചയ്ക്ക് ഊർജ്ജമേകിയതുപോലെ കേരളത്തിന് സാമ്പത്തിക വ്യാവസായിക വളർച്ചയ്ക്ക് വിഴിഞ്ഞം ഉൽപ്രേരകമാകും. വിഴിഞ്ഞത്തിന്റെ വളർച്ച സുഗമമാക്കുന്നതിന് സെസ്കൾ, ലോജിസ്റ്റിക്സ് ഹബ്ബുകൾ, വെയർഹൌസുകൾ എന്നിവയുൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ അദാനി പോർട്സ് ലക്ഷ്യമിടുന്നു. റോഡ്, റെയിൽ, ഉൾനാടൻ ജലപാതകൾ വഴി കേരളത്തിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് മൾട്ടി മോഡൽ കണക്ടിവിറ്റിയുടെ ആവശ്യകതയും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനായി ഗവൺമെന്റ് സഹകരണം ആവശ്യമാണ്. മികച്ച കണക്ടിവിറ്റി തടസ്സമില്ലാത്ത വ്യാപാര പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുമെന്നും അത് വലിയ സാമ്പത്തിക നേട്ടങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുമെന്ന് ഹരികൃഷ്ണൻ സുന്ദരം ചൂണ്ടിക്കാട്ടി. ഫ്രീഡം ഫൈറ്റ് ന്യൂസിനു വേണ്ടി രമ്യ അവിനാഷ്, കോഴിക്കോട്.